കോട്ടയം ജില്ലയിലെ കുടമാളൂരിലുള്ള സെൻറ് മേരീസ് ഫൊറോന പള്ളി കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ്. ഇതിന് ഏകദേശം 900 വർഷത്തെ പഴക്കമുണ്ട്. ആ ഒരു ചരിത്ര നിമിഷങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ ഒരു ദേവാലയത്തിൻ്റെ വലിയ പ്രത്യേകതകളിലൊന്ന് തന്നെയാണ് ഈ ഒരു ദേവാലയ നിർമ്മാണ സമയത്ത് ഒരു ക്രൈസ്തവരും ഇതിൽ പങ്കാളികൾ ആയിട്ടില്ല എന്ന സത്യം. ചരിത്രം ഇങ്ങനെ: 1125 ചെമ്പകശ്ശേരി രാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ക്രിസ്ത്യൻ പള്ളി പണിയുവാൻ തീരുമാനിച്ചു. ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ദുഷ്ടശക്തികളിൽ നിന്ന് മോചനം നേടുന്നതിനും അനുഗ്രഹം ലഭിക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം ഈ പള്ളി പണിതതെന്നാണ് ഐതിഹ്യം. പള്ളിയുടെ നിർമ്മാണത്തിൽ ഒരു ക്രിസ്ത്യാനിക്കും പങ്കില്ലായിരുന്നുവെങ്കിലും പള്ളിക്കാര്യങ്ങൾ നോക്കുന്നതിനും ആരാധന നടത്തുന്നതിനുമായി 4 ക്രിസ്ത്യൻ കുടുംബങ്ങളെ അടുത്തുനിന്നും കുടമാളൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു പിന്നീട്. പഴയ പള്ളി ചരിത്രപരമായ പ്രാധാന്യത്തോടെ ഇന്നും നമുക്കിവിടെ കാണാം. 900 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഇന്ന് ഈ ദേവാലയം കാണുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളുമായി ഈ ദേവാലയം നിറഞ്ഞിരിക്കുന്നു. ചെറിയ പള്ളിയുടെ സൈഡിലായി ബെത്സഹദയോട് ചേർന്ന് 9 വിശുദ്ധരുടെ തിരുശേഷിപ്പ് ഇവിടെ വളരെ ഭദ്രമായി അനുഗ്രഹീയമായി സൂക്ഷിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഭാരതത്തിൻ്റെ തന്നെ ആദ്യത്തെ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമയുടെ ഇടവക ദേവാലയം കൂടിയാണ് കുടമാളൂർ പള്ളി. അതുകൊണ്ട് തന്നെ വിശുദ്ധ അൽഫോൻസാമയുടെ ജ്ഞാനസ്നാനം നടന്നത് ഈ പള്ളിയിലാണ്. അന്ന് അൽഫോൻസാമയെ മാമോദീസ മുക്കിയ മാമോദീസ തൊട്ടി ഇന്നും വളരെ വലിയൊരു നിധിയായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. അൽഫോൻസാമ ജനിച്ചു വളർന്ന അൽഫോൻസ ഭവൻ ഇപ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. പ്രാദേശികവും വിദേശീയവുമായ വാസ്തുവിദ്യാ ശൈലികൾ സമ്മേളിക്കുന്ന ഈ പള്ളിയുടെ ഓരോ കോണിലും കലാപരമായ മികവ് കാണാൻ സാധിക്കും. ചുമരുകളിൽ മനോഹരമായ കൊത്തുപണികളും അലങ്കാര ചിത്രീകരണങ്ങളും എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത തന്നെയാണ്. അങ്ങനെ ഇന്ന് 2020 ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏക മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി കുടമാളൂർ പള്ളി ഉയർന്നു. ഈ പള്ളിയിൽ ഏകദേശം 400 വർഷം പഴക്കമുള്ള യേശുക്രിസ്തുവിൻ്റെ ഒരു എണ്ണ ഛായാചിത്രമുണ്ട്. യേശുവിനെ ആകാശനീല നിറത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ചിത്രം വളരെ സവിശേഷതകൾ നിറഞ്ഞതാണ്. വിശുദ്ധവാരാഘോഷങ്ങളോടനുബന്ധിച്ച് കുടമാളൂർ പള്ളിയിൽ നടക്കുന്ന പ്രസിദ്ധമായ ഒരു നേർച്ചയാണ് നീന്തുനേർച്ച. പള്ളി മൈതാനത്തെ കൽക്കുരിശിൻ ചുവട്ടിൽ നിന്നും പഴയ പള്ളിയിലേക്ക് മുട്ടുകുത്തി നീന്തിയാണ് വിശ്വാസികൾ ഈ നേർച്ച പൂർത്തിയാക്കുന്നത്. ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദുഃഖവെള്ളി ആഴ്ചത്തെ പീഡാനുഭവ പ്രദർശനമൊക്കെ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ കുടമാളൂർ ദേശത്തിന് അനുഗ്രഹമായി ഭാരതത്തിന് അഭിമാനമായി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഇത്രമേൽ പ്രസിദ്ധി ആർജിക്കുവാൻ കാരണമായത് വിശുദ്ധ അൽഫോൻസാമയുടെ നാമധേയത്തിലാണ്. ഇന്ന് ഈ അൽഫോൻസാമയുടെ സ്വന്തം ഇടവക ഇന്ന് എൻ്റെയും സ്വന്തം ഇടവക എന്ന് പറയുവാനുള്ള ഭാഗ്യം ദൈവം എനിക്കും തന്നു. ഇതിലേറ്റവും മനോഹരമായ ഒരുപാട് അനുഗ്രഹമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ ഈ ഒരു ദേവാലയത്തിൻ്റെ പുനരുദ്ധാന ഭവനമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഞങ്ങളുടെ കുടുംബക്കല്ലറയ്ക്ക് തന്നെ സമീപമായിട്ടാണ് വിശുദ്ധ അൽഫോൻസാമയുടെ മാതാപിതാക്കളെ സംസ്കരിച്ചിരിക്കുന്ന കല്ലറയും നിലകൊള്ളുന്നത്. എൻ്റെ 5ാം ക്ലാസ് മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ ഈ പുണ്യഭൂമിയിലേക്ക് തീർത്ഥാടന യാത്രയായി കടന്നു വരുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ മണ്ണിനോടുള്ള ബഹുമാനവും സ്നേഹവും ആദരവും എൻ്റെ ഉള്ളിൽ വലിയൊരു നിധിയായി തന്നെ ഞാൻ സൂക്ഷിക്കുന്നു. അതിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് ഈ ദേവാലയം എൻ്റെ സ്വന്തം ഇടവക എന്ന് പറയാൻ ഉള്ള ഭാഗ്യം എനിക്ക് കൊണ്ടു തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ കുടമാളൂർ മുത്തിയമ്മ എന്നാണ് പരിശുദ്ധ അമ്മ അറിയപ്പെടുന്നത്.
ഇന്നും ഒരുപാട് അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യമായി വിശ്വാസത്തിൻ്റെ മെഴുകുതിരികൾ അവിടെ കത്തി നിൽക്കുന്നത് കാണാം. ഈ ദേവാലയത്തിൽ ഒരിക്കൽ വന്നാൽ പിന്നീട് മറക്കാൻ സാധിക്കാത്ത വണ്ണം അത്രമേൽ മനോഹരമായിട്ടാണ് ദേവാലയത്തിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് വരെയും ഈ അമ്മയോട് വന്ന് അപേക്ഷിച്ച ഒരാഗ്രഹവും അമ്മ നടത്തി തരാതിരുന്നിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 7 മണിക്ക് വിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കപ്പെടുന്നു എന്നത് ഒരുപാട് വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനുള്ള വലിയൊരു അവസരം കൂടിയാണ് ഒരുക്കുന്നത്. ഇന്ന് വരെയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കുടമാളൂർ മുത്തിയമ്മയ്ക്കും വിശുദ്ധ അൽഫോൻസാമ്മയ്ക്കും ഒരുപാട് നന്ദി.